ഞാൻ കുറച്ച് ദിവസം എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നപ്പം രാവിലെ ഇങ്ങനെ എണീറ്റപ്പോൾ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, മോളെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമല്ലോ, അമ്മൂമ്മയുടെ മരുന്നൊക്കെ തീർന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് അമ്മൂമ്മയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ തീരെ തിരക്കില്ലായിരുന്നു. അങ്ങനെ അമ്മൂമ്മയും ഡോക്ടറെയും കാണിച്ച് മരുന്നും വാങ്ങി. അച്ഛനാണെങ്കിൽ തല കറങ്ങി വിശന്നിരിക്കുകയാണ് അവിടെ. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ മൂന്നുപേരും കൂടെ അവിടെ നിന്ന് നേരെ ഇറങ്ങി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നാൽ പിന്നെ എനിക്കും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന്. ആ ഹോസ്പിറ്റലിൽ ENT ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഒരു മരത്തിൽ നിറച്ച് കണിക്കൊന്നൊക്കെ പൂത്തിപ്പോണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് മുന്നേ ഞങ്ങളൊരു കടയിൽ കയറി തണ്ണിമത്തൻ ജ്യൂസൊക്കെ അടിച്ചു. അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇതാണ് അസീസിയ മെഡിക്കൽ കോളേജ്. അങ്ങനെ ഇവിടെ കയറി അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് നേരെ ഡോക്ടറെ കാണാൻ കയറി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്തു. അങ്ങനെ ഡോക്ടറെയും കണ്ടു. ഡോക്ടറാണെങ്കിൽ നല്ല വഴക്ക് പറഞ്ഞു, ഇത്രയും ദിവസം വെച്ചോണ്ടിരുന്ന എന്തിനാ, നേഴ്സിംഗ് സ്റ്റുഡൻ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നോട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ കണ്ണാടി കണ്ടപ്പോൾ അച്ഛനെ കണ്ണാടി വേണം അത്രേ. അങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി ഞങ്ങൾ നേരെ മരുന്ന് വാങ്ങാൻ പോയി. മരുന്ന് വാങ്ങാൻ പോയപ്പോഴോ നല്ല തിരക്ക്. അങ്ങനെ അവിടെ ക്യൂ നിന്ന് ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി. മരുന്നാണെങ്കിലോ ഒരു കവർ മരുന്നുണ്ട്. ഞാൻ ഈ മരുന്നൊക്കെ ഏത് കാലത്ത് കഴിച്ച് തീർക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണെങ്കിൽ അച്ഛൻ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ച് എടുത്തു കൊടുക്കാമല്ലേ ഇത്. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ അച്ഛൻ എടുത്തു കൊടുത്തു കേട്ടോ. എടുത്തു കൊടുത്തപ്പോഴാണെങ്കിലോ പുള്ളിക്കാരൻ നിർത്തുന്നുമില്ല. അങ്ങനെ ഞാൻ പിടിച്ചു വലിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.